ഹലോ കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങിയതാണ് കേട്ടോ മഞ്ചേരിയിലുള്ള മഞ്ചേരി ഫെസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. കാരണം ഒന്നുമല്ല, എമീച്ചുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ റഷ് ഉള്ള സമയത്ത് പോകാൻ തോന്നിയിട്ടില്ല. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേന് തന്നെ അവിടുത്തെ പാട്ടും മുട്ടും ശബ്ദമൊക്കെ കേട്ടപ്പോൾ തന്നെ എമീച്ച് ഫുള്ളി എക്സൈറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ജയന്റ് വീലിന്റെ ലൈറ്റ് ഒക്കെ കണ്ടേക്കാൻ അവന് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനിട്ടായി. എൻട്രി ഫീസ് ആയിട്ട് 60 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. കുട്ടികൾക്കൊന്നും വേണമെന്നില്ല. 3 വയസ്സിനും 5 വയസ്സിനും താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫീസ് ഇല്ല. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിൽ കയറി ചെന്ന് ഫസ്റ്റ് തന്നെ കാണുന്നത് ഒരു ഗാർഡൻ ഏരിയ കേട്ടോ. ഇവിടെ നല്ല പ്ലാന്റ്സും ഫ്ലവേഴ്സൊക്കെ വെച്ചുകൊണ്ട് നന്നായിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഓരോ എക്സിബിറ്റ് ആയിട്ടാണ് കേട്ടോ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഫസ്റ്റ് എക്സിബിറ്റ് ആണ് ഈ ഒരു ഫ്ലവേഴ്സും പ്ലാന്റ്സിൻ്റെ ഒക്കെ ഒരു ഏരിയ. എനിക്ക് ഭയങ്കര രസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോൾ. കാരണം അപ്പുറത്തുനിന്ന് നല്ല മ്യൂസിക്കിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ട് അവന് ഭയങ്കര ഡാൻസും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഗാർഡൻ ഏരിയ ഫുള്ള് നടന്ന് കണ്ട് ഒരു വലിയൊരു ഏരിയ തന്നെയായിരുന്നു കേട്ടോ. നല്ല ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. കുറെ പ്ലാന്റ്സിന്റെ പേരൊന്നും എനിക്കറിയില്ല. ആകെ കുറച്ച് ചെടികളുടെ പേര് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ബൊഗൺവില്ല ഉണ്ടായിരുന്നു, പിന്നെ ജമന്തി, മല്ലിക, റോസ്, ഇതൊക്കെ എനിക്ക് മനസ്സിലായതുള്ളൂ കേട്ടോ. ഇതിൽ കൂടുതലും ഫ്ലവേഴ്സിന്റെ പേര് അറിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉമ്മാനെയും കൊണ്ടുവരേണ്ടി വരും. ഉമ്മയാണ് ഈ ഫ്ലവേഴ്സിന്റെ ഒക്കെ വലിയ താല്പര്യക്കാരി. ഫ്ലവേഴ്സിന്റെ ഏരിയ കഴിഞ്ഞാണ്ട് നേരെ കയറി ചെല്ലുന്നത് തന്നെ പെറ്റ്സിന്റെ ഒരു ഏരിയയിൽ കാണട്ടോ. അവിടെ ഫസ്റ്റ് തന്നെ കാണുന്നത് കുറെ നല്ല മീനുകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പെറ്റ്സ് ആനിമൽസ് ഒക്കെ. മീനൊക്കെ അവന് കണ്ടതിൽ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചില മീനുകളെ കാണുമ്പോൾ അവനക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു കേട്ടോ അതിനെ തൊടാനൊക്കെ. ഇതിൽ ചില ഫിഷിനെ കാണുമ്പോൾ എമീച്ചുവിന് ഭയങ്കര പേടി ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് കാണാണ് അങ്ങനത്തെയൊക്കെ ഫിഷുകൾ, അതുകൊണ്ടാവും. അടുത്ത ഏരിയ ഫുള്ളി ബേർഡ്സിന്റെ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. പാരറ്റ്സ്, ഫിഞ്ചസ്, ഹെന്ന്, അങ്ങനത്തെ കുറെ വെറൈറ്റി ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എമീച്ചിന് ഭയങ്കര ഇഷ്ടമാണ് കിളികളൊക്കെ. അപ്പോൾ ഓരോ കിളീൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവന് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു കിളികളോട്. അവന് ഭയങ്കര ഇഷ്ടമാണ് കിളികളൊക്കെ. രാവിലെ അവന് ഭക്ഷണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പുറത്ത് കിളികളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വേണം അവന് ഭക്ഷണം കൊടുക്കാൻ. കിളികളെ കണ്ടപ്പോൾ അവിടുന്ന് അവന് പോരാനേ താല്പര്യമില്ല കേട്ടോ. വീണ്ടും വീണ്ടും അതിൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയിക്കുകയായിരുന്നു അവൻ അതിനെ കാണാൻ വേണ്ടിയിട്ട്. കോഴിയൊക്കെ കണ്ടപ്പോൾ തന്നെ അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. വീട്ടിലിപ്പോൾ 2 കോഴീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏത് നേരം അവൻ അതിന്റെ പിന്നാലെയൊക്കെയാണ് കേട്ടോ. പിന്നെ അവന് ഏറ്റവും ഇഷ്ടമുള്ള പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു. പൂച്ചനൊക്കെ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന്.
പെറ്റ്സിന്റെ ഏരിയ കഴിഞ്ഞാൽ പിന്നെ വരുന്ന എക്സിബിറ്റ്സ് ഒക്കെ കുറച്ച് സ്റ്റോളുകളാണ് കേട്ടോ. സാധനങ്ങളൊക്കെ വിൽക്കുന്ന കുറച്ച് സ്റ്റോളുകളാണ് അവിടെ. സ്വീറ്റ്സ് അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ, പിന്നെ വെജിറ്റബിൾസിന്റെ ഒക്കെ സീഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കുറച്ച് സ്റ്റോളുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ എനിച്ചും ആവട്ടെ ആദ്യം തന്നെ കണ്ടത് അവിടെ പോപ്കോൺ വിൽക്കണതായിരുന്നു കേട്ടോ. അവന് നേരെ ചെന്നത് അത് വേണമെന്ന് പറഞ്ഞു. പിന്നെ പാവല്ലേ, ഞങ്ങൾ എന്തായാലും ഒരു കുറച്ച് പോപ്കോൺ ഞങ്ങളും വാങ്ങിട്ടോ. അതും കഴിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നടന്ന്. ഇനിയായിരുന്നു കേട്ടോ ഇവിടുത്തെ മെയിൻ എക്സിബിറ്റ് വരുന്നത്. ഫൺ റൈഡ്സും കാര്യങ്ങളും ഉള്ള ഒരു സ്ഥലമായിരുന്നു. കുട്ടികൾക്ക് പറ്റിയ ഗെയിംസ്, റൈഡ്സ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫെസ്റ്റാണ് കേട്ടോ ഈ ഒരു മഞ്ചേരി ഫെസ്റ്റ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാർക്കും കളിക്കാൻ പറ്റിയ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇവരുടെ മെയിൻ ഷോ സ്റ്റോപ്പർ എന്ന് പറയാനുള്ളതാണ് കേട്ടോ ഈ കാണുന്നത് മരണക്കിണർ. അതിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഞങ്ങൾ കയറിയിട്ടോ. ടിക്കറ്റിന് ഒരാൾക്ക് 100 രൂപയാണ്, എന്നാലും കുഴപ്പമില്ല, മുതലാവും. തുടങ്ങാൻ കുറച്ച് ടൈം എടുത്തു. അതുകൊണ്ട് ഞങ്ങൾ മുകളിൽ കയറി കണ്ട് അതിന്റെ ഫുള്ളായിട്ടുള്ള ഒരു ഓവർവ്യൂ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. മുകളിൽ നിന്ന് ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. മരണക്കിണറിന്റെ മുകളിൽ കയറിയിട്ട് താഴെയുള്ള ഗെയിംസും റൈഡ്സും ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. രാത്രിയും കൂടെ ആയതുകൊണ്ട് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ആൾ വന്നു കേട്ടോ മരണക്കിണറിന്റെ പരിപാടികൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള. ആദ്യം സിംഗിൾ ആയിട്ടുള്ള റൈഡ് ആയിരുന്നു അവർ നടത്തിയിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനൊക്കെ. എനിഷു ആദ്യമൊക്കെ എക്സൈറ്റഡ് ആയി. പിന്നെ അതിൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കാരണം അവന് കുറച്ചൊന്ന് പേടിയൊക്കെ തോന്നിട്ടോ. പക്ഷെ എന്നാലും അവന് ഫുള്ള് ഇരുന്ന് കാണുകയൊക്കെ ചെയ്തു. കരയെ പ്രശ്നം ഉണ്ടാക്കിയോ ഒന്നും ചെയ്തതൊന്നുമില്ല. ആദ്യം സിംഗിൾ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, ബൈക്ക് മാത്രമായിരുന്നു. പിന്നെ വേറൊരാളും കൂടെ വന്ന് അടുത്ത വേറൊരു ബൈക്കും കൂടെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കാറ് വന്ന്, അങ്ങനെ 2 കാറായി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എനിഷുവിന് എന്തെങ്കിലും റൈഡിൽ കയറ്റാന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ കയറിയത് ഈ ഒരു ട്രെയിനിലായിരുന്നു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിലൊക്കെ. വീട്ടിൽ നിന്ന് ഇപ്പോൾ ഏത് സമയവും ട്രെയിനിന്റെ സൗണ്ട് ഉണ്ടാക്കി കളിക്കലാണ് അവൻ്റെ ഒരു പരിപാടി. അപ്പൊ ഞങ്ങളങ്ങനെ ട്രെയിനിൽ കയറ്റി. അതും ഇതേപോലെ ആൾക്കാർ വരാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഫുള്ളാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുള്ളായി. പിന്നെ ട്രെയിൻ പോകാൻ തുടങ്ങിയപ്പോൾ ആള് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ റൈഡൊക്കെ. അവനും ഹീലും ഇങ്ങനത്തെ പാർക്കിലൊക്കെ പോയാൽ വേഗം കയറുന്നതാണ് ഇതുപോലുള്ള റൈഡുകളിലൊക്കെ. അങ്ങനെ റൈഡിൽ കയറി അവനത് ഫുള്ളി എൻജോയ് ചെയ്ത്. പിന്നെ ഞങ്ങൾ കൂടുതൽ നേരം ഒന്നും നിന്നില്ല. ഞങ്ങൾക്ക് വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി പോയിരുന്നു. പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. നല്ല വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ എത്ര ആൾക്കാർ വന്നാലും സുഖമായിട്ട് പാർക്ക് ചെയ്ത് ചെയ്യാം.